നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ്റെ പ്രേക്ഷകരെ കാണാനോ അവരുമായി സംവാദിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് എല്ലാ മഞ്ഞുകാലത്തിലും ഉണ്ടാകുന്ന ത്രോട്ട് ഇൻഫെക്ഷൻ ബാധിച്ചു. പ്രശസ്ത നാച്ചുറോപ്പതിസ്റ്റായ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയുടെ നാച്ചുറൽ ലൈഫിലായി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി കിടപ്പിലായിരുന്നു. ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു. ശബ്ദം പഴയ മാതിരി ശരിയായിട്ടില്ല. എന്നിരുന്നാലും ചെയ്തു തീർക്കാനുള്ള ധാരാളം കാര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ എൻ്റെ ആരോഗ്യത്തെക്കാളപ്പുറം എൻ്റെ പ്രേക്ഷകരോടും സമൂഹത്തോടുമുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഞാൻ വീണ്ടും വരാൻ കാരണം. അല്ലായിരുന്നെങ്കിൽ ഈ ഒരാഴ്ച കൂടിയൊക്കെ റെസ്റ്റ് എടുത്ത് ജനുവരി 1 മുതൽ തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ വന്നു കിടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലേക്കെല്ലാം നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിവെച്ചൊരു സ്റ്റോറിയുണ്ട്. എറണാകുളം വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ ചന്ദേർ കുഞ്ച് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ആർമിയുടെ ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. 3 ഫ്ലാറ്റ് സമുച്ചയങ്ങളാണുള്ളത്. ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ 3 ഏത് സമയത്തും നിലം പതിക്കാം. അത്രയും അഴിമതിയും ധൂർത്തും അതേപോലെ എല്ലാ തരത്തിലും ഇത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിന് പൂർണ്ണമായ ഉത്തരവാദി ആർമിയാണെന്ന് പറയാൻ പറ്റും. കാരണം ആർമീൻ്റെ കീഴിലുള്ള വെൽഫെയർ സൊസൈറ്റിയാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിട്ടുള്ളത്. അവർ ശില്പ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് പണിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഈ ആർമിക്ക് തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം ആർമിയിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ 2 ലക്കങ്ങളായി 2 എപ്പിസോഡുകളായി ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ 3-ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ അവിടെ വൈസ് പ്രസിഡൻ്റായ അവിടുത്തെ അസോസിയേഷൻ്റെ, അതായത് 264 കുടുംബങ്ങൾ താമസിക്കുന്ന ചന്ദേർ കുഞ്ച് ആർമി ടവറിലെ അസോസിയേഷൻ ഉണ്ട്. അതിൽ വൈസ് പ്രസിഡൻ്റായ ജോസ് കുട്ടി കുര്യൻ എന്ന് പറയുന്ന ബ്രിഗേഡിയർ, അദ്ദേഹം വലിയ ബ്ലോഗറാണ്, എഴുത്തുകാരനാണ്, എല്ലാമാണ്. അദ്ദേഹം അവിടെ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ യോഗ ചെയ്ത് തിരിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വലിയ ഭിത്തിയിൽ നിന്ന്, മുകളിൽ നിന്നുള്ള വലിയൊരു ഭിത്തിയൊരു ഭാഗം താഴത്തേക്ക് വീണ് അദ്ദേഹം അവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹവുമായി നടത്തിയ ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പുറത്തുവിടുന്നത്. എൻ്റെ പ്രേക്ഷകർ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായി കാണണം, ഇത് പ്രചരിപ്പിക്കണം. ഇത് ആർമിയിൽ നടക്കുന്ന വലിയ അഴിമതിയാണ്, ആർമി വരെ ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ, ഈ അപകടം നിറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ സി ബ്ലോക്കിൽ 1-ാം നിലയിൽ 0102 എന്ന ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ബ്രിഗേഡിയർ ജോസ് കുട്ടി കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളോട് ഇവിടെ ഉണ്ടായുള്ള അനുഭവം പറയും. കാരണം അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒന്നിച്ച് ഒരു കഷ്ണം കോൺക്രീറ്റ് പാളികളെ വീണത് അദ്ദേഹം ഭാഗ്യത്തിനാണ് അന്ന് രക്ഷപ്പെട്ടത്. ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഏകദേശം 1 മണിക്കൂറോളം യോഗ ചെയ്യും. യോഗ ചെയ്യുന്നത് ആ മുമ്പിൽ കാണുന്ന ആ ടെറസിലാണ്. ഞാൻ ഈ യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് വന്നിട്ട് പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സാധാരണ പതിവ്. അങ്ങനെ ഞാൻ അകത്ത് വന്ന് ഒരു 5 മിനിറ്റിനകം പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞാൻ പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം വന്ന് താഴെ വീണിട്ട് ഞാൻ കിടന്ന് യോഗ ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് വന്ന് വീണിരിക്കുന്നു. അതായത് ഭാഗ്യമെന്ന് വെച്ചാൽ 5 മിനിറ്റ് മുമ്പേ അത് വീണിരുന്നെങ്കിൽ ഞാനിപ്പം ഹിസ്റ്ററിയായി മാറിയെന്നെ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ദൈവം കുറച്ചുകൂടെ ആയുസ് നീട്ടിത്തന്നു. അങ്ങനെ ഞാൻ ഇന്നിപ്പം ജീവിക്കുന്നു. അതെല്ലാം കാരണം എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരുപക്ഷെ കുറച്ച് എക്സ്ട്രാ പൈസ മുടക്കുകയാണെങ്കിലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വീട് റെൻറ്റിന് എടുത്തിട്ട് പോകാം. അതനുസരിച്ച് ഞങ്ങൾ ഈ വീട് കാലിയാക്കി ഒരു 3 മാസം മുമ്പ് തേവരയിൽ ഒരു വീട് റെൻറ്റിനെടുത്ത് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ റെൻറ്റ് മുഴുവൻ ഞാൻ എൻ്റെ പെൻഷനിൽ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ സ്വന്തം വീടുണ്ടായിട്ടും അതിലുള്ള പരമ്പരായികളെ പേടിച്ച് ഞാൻ പുറത്തു പോയി താമസിക്കുന്നു. അങ്ങനെ ഒരു ശോചനീയമായ ഒരു നിലയിലാണ് ഞാൻ ഇന്ന്. താങ്കൾ എത്ര കാലം പട്ടാളത്തിൽ വർക്ക് ചെയ്തു? ഞാൻ പട്ടാളത്തിൽ ഏകദേശം 31 കൊല്ലം വർക്ക് ചെയ്തു. മിക്കവാറും എല്ലാ
മേഖലയിലും ഇൻക്ലൂഡിങ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKF ശ്രീലങ്കയിലെ ജമ്മു കാശ്മീരിലെ 3 പ്രാവശ്യം, നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. പിന്നെ അവസാനം പേടി, എനിക്ക് ആർമി പണിത് തന്ന ഈ വീട്ടിൽ തന്നെ എനിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു ഇപ്പം പേടി. അത് കാരണമാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് തേവരയിലെ റെന്റിന് വീടെടുത്ത് താമസിക്കുന്നത്. എത്ര ലക്ഷമാണ് ഈ വീടിന് കൊടുത്തത്? ഞാൻ ഇതൊരു C ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വലിയ വീടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ വീടുകൾക്കും ഈ ടെറസുകളുണ്ട്. ഏകദേശം 400 സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ട്. അതിന് ഞാൻ ഏകദേശം 10 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്ത് മേടിച്ചതാണ്. എല്ലാം കൂടി ഞാൻ AWHOയ്ക്ക് ഏകദേശം 85 ലക്ഷം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണാമല്ലോ, ഞാൻ ഇവിടുന്ന് എന്നെ എൻ്റെ കുഴിയിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം. കാരണം ഇതെൻ്റെ അവസാനത്തെ വാസസ്ഥലം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് നല്ല ഡീസൻ്റായിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അങ്ങനെ ഏകദേശം 15 ലക്ഷത്തോളം അതിന് ചിലവായി. പിന്നെ രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കൂടെ കൂട്ടി ഞാൻ 2013 തൊട്ട് ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് വീടിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങിയാണ്. 2018 ആയപ്പോഴത്തേക്കും ഒക്ടോബർ 15-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യം കയറി താമസിച്ച്. അതിനു മുമ്പേ ഏകദേശം 1,05 ലക്ഷം രൂപ ഞാൻ എല്ലാം കൂടെ മുടക്കി. അതാണ് ഇപ്പം ഈ സ്ഥിതിയിൽ എന്ന ശോചനീയമായ അവസ്ഥ ഞാൻ എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തൊക്കെ തകരാറാണ് ഇവിടെ ഈ ബിൽഡിങ്ങിന് ഇപ്പം ഉണ്ടായിട്ടുള്ളത്? താങ്കൾ നേരിട്ട് എത്ര കാലം മുൻപ് തുടങ്ങി? ഇപ്പം 2018 ഇത് വാങ്ങിയത്? 2018 ഞാൻ മാർച്ചിൽ വീടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറും പിന്നെ ഇലക്ട്രിക്കലും എല്ലാം ചെയ്ത് അതിന് ഏകദേശം 6 മാസം എടുത്തു. പിന്നെ ഒക്ടോബർ 18-നാണ് 2018 ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ C ബ്ലോക്ക് ആണല്ലോ, മൊത്തം ബിൽഡിങ്ങിൻ്റെ C ബ്ലോക്കിൽ എന്തൊക്കെ തകരാറുകളാണ് തുടക്കം മുതൽ താങ്കൾ കണ്ടു തുടങ്ങിയത്? ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ വിള്ളലുകൾ കാരണം ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ അടർന്നിടന്ന് വരുന്നു. കോൺക്രീറ്റ് അടർന്നിടന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് താഴോട്ട് വീഴുന്നു. പല പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലരുടെ കാറ് തകർന്നു. ചിലരുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ആരുടെയും മേത്ത് വീണിട്ടില്ല ഈ കോൺക്രീറ്റ്. അത് ഏത് സമയത്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് നേരത്തെ തന്നെ കോടതിയുടെ ഓർഡർ വരുന്നതിന് മുമ്പേ മാറി താമസിക്കാമെന്ന് വിചാരിച്ചത്. ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. അതായത് ഏത് സമയത്തും കോൺക്രീറ്റ് മുകളിൽ നിന്ന് വീഴുവോ എന്നൊരു പേടി. അതായത് AWHO എന്ന് പറയുന്നത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ. അവർ ഈ 1-ാം തീയതിനുള്ളിൽ കംപ്ലീറ്റ് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 1-ന് മുമ്പ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ 1-ന് മുമ്പേ വെക്കേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ആ സമയത്തേക്ക് പിന്നെ ഈ കേസ് വന്നു, ഹൈക്കോടതി കേസ് വന്നു. അന്നേരം അതവർ പറഞ്ഞു ഓക്കെ വേണ്ട. എന്നാൽ പിന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ 30 സെപ്റ്റംബറിലേക്ക് മാറി തരണമെന്നു. എന്നാലും ഈ ഹൈക്കോടതി കേസിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇനിയും ഹൈക്കോടതി കേസ് തീരുമാനമാകുന്നവരെ നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഇറങ്ങി തന്നാലേ അവർക്ക് ഞങ്ങളുടെ റെന്റ് ഈ 208 പേരുടെയും റെന്റ് AWHO തരേണ്ടി വരും. അതവർക്കൊരു ഭാരമാണെന്ന് അവർ വിചാരിക്കുന്നു. അത് കാരണം അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ അവിടെ തന്നെ ജീവിച്ചോ, ചാകണമെങ്കിൽ ചത്തോ, മരിച്ചോ, ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇറങ്ങണ്ട, കോടതിയുടെ വിധി വരുന്നത്. ഈ ലോകത്തിലെ ഇന്ത്യയിലെ ഓരോ പൗരനും ഏറ്റവും അഭിമാനത്തോടെ കാണുന്നതാണ് പട്ടാളം എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബഹുമാനത്തോടെയാണ് കാണുന്നത്, രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ചത്. അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് സേവനം അനുഷ്ഠിച്ച് ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ എല്ലാ സൗകര്യം ഒരുക്കി തരേണ്ട ഈ ആർമി തന്നെ നമ്മളെ ശവക്കുഴിയും കൂടെ തോണ്ടുന്ന ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10 വയസ്സാകുന്നതിന് മുമ്പേ യൂണിഫോമിൽ കയറിയ ഒരാളാണ്. ഞാൻ ആദ്യം 10 വയസ്സാകുന്നതിന് മുമ്പേ സൈനിക് സ്കൂളിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസിലായി പോയി. അങ്ങനെ ഏകദേശം ഒരു 45 വർഷത്തോളം യൂണിഫോം ഇട്ടു. ആർമി ആണ് എന്നെ തീറ്റിപ്പോറ്റത്. എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായത് ആർമിയുടെ
ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ആർമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർമിയോട് യാതൊരു വൈരാഗ്യമില്ല, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ എനിക്കുള്ളത് ഈ AWHO എന്ന ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ആർമിയുടെ കീഴിലുള്ള ഒരു AWHO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ 1988 പൂനെയിലെ ഒരു AWHO വീട് സാളുങ്ക ബിഹാർ എന്ന് പറയും, അവിടെ മേടിച്ചിരുന്നു. അത് നല്ല വീടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് ഞാൻ സർവീസിലായിരുന്നുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വിറ്റു. അന്നേരം അതുകൊണ്ട് എനിക്ക് ആർമിയോട് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആർമി എന്നെ തീറ്റിപ്പോറ്റി, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞതാണ് ആർമി. ഇപ്പോഴും ആർമി എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെൻഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് ആർമിയോട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. എത്ര വർഷം? 35 വർഷമാണോ സേവനം അനുഷ്ഠിച്ചത്? 31 വർഷം. അത് വിട്ടിട്ട് പിന്നെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സെക്യൂരിറ്റിയുടെ ഹെഡായിട്ട് ബോംബെയിൽ ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ അതും കൂടെ കൂട്ടി ഏകദേശം 39 വർഷത്തോളം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ ആർമിയിലെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. താങ്കൾ ഈ ബ്ലോഗ്, അതായത് യാത്ര ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയുള്ള ഒരാൾ ഈ അനുഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഇതിനെക്കുറിച്ചും ഞാൻ ഒരു ബ്ലോഗ് ഏകദേശം സെപ്റ്റംബർ അവസാനമായിരുന്നെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ട്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സ് വിദേശത്തുള്ളതും ഇന്ത്യയിലുള്ളവരും ഒക്കെ എന്നെ വിളിച്ച് അവരുടെ സങ്കടം അറിയിച്ചു. ഇങ്ങനെ എന്താ സംഭവിച്ചത്, അങ്ങനെ സംഭവിക്കരുതായിരുന്നു, ആർമി എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചത്. പക്ഷേ അതിനൊക്കെ ഞാൻ ഇതേ പറയുന്നുള്ളൂ, ആർമിക്ക് ഞാൻ കുറ്റം പറയുകയില്ല. ഈ ഓർഗനൈസേഷൻ AWHO എന്നൊരു ഓർഗനൈസേഷനാണിത്. ആയിരിക്കാം പക്ഷേ ആർമിയുടെ കീഴിലുള്ള ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളിൽ അതിൽ മുമ്പ് വർക്ക് ചെയ്ത ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരുപക്ഷെ ആർമി ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് നീതി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികളും അല്ലെങ്കിൽ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, കളക്ടേഴ്സ് ഓഫീസാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഞങ്ങളുടെ സഹായത്തിൽ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എത്രയും വേഗം ഒരു ഒത്തുതീർപ്പാകാൻ വേണ്ടി നോക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഞങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന്. അതായത് ആർമിയിലൊക്കെ ഏറ്റവും അധികം ആർമീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരു നേതാവായിട്ട്. അദ്ദേഹം ആർമിയെക്കുറിച്ച് എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയാറ്, അഭിമാനത്തോടെ പറയാറ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ ആർമിൻ്റെ കീഴിൽ അവിടെ ആർമിയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് ഇത്രയധികം ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാത്തത്? തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് ഇപ്പം പെട്ടുവരുന്നേ ഉള്ളൂ. കാരണം നേരത്തെ ഒരു ലോക്കലൈസ്ഡ് പ്രോബ്ലം, ഒരു ചെറിയ കൊച്ചിയിൽ ഒരു AWHO ഒരു ആർമിയുടെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പ്രോബ്ലം എന്നല്ലാതെ നേരത്തെ ഇത് നാഷണൽ ഹെഡ്ലൈൻസോ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസോ ഒന്നും വന്നില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ടാണ് ഇത് നാഷണൽ ഹെഡ്ലൈൻസ് ആയി വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് അറിഞ്ഞത് രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാറ് പുള്ളി ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് AWHO എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പട്ടാളത്തോടും ആർmed ഫോഴ്സസിനോടും വളരെ സോഫ്റ്റായിട്ട് വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ എത്തിയാൽ ഞങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് ഈ സ്ഥലം വാങ്ങുന്നതിലും അതേപോലെ ഉണ്ടായുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഉത്തരവിട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എന്താണ് ഉണ്ടായിട്ടുള്ളത്?
ആ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ സർവീസിലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇത് അറിവ്. 2017 മുതൽ 18 വാങ്ങുന്നത്. എന്തായാലും ആ കാലഘട്ടം മുതൽ ഇതുവരെ BJP ഗവൺമെന്റാണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നിൽക്കുന്ന കാലഘട്ടത്തിൽ ആർമിയുടെ കീഴിലുള്ള വിങ്ങാണ് ഇത്രയും ഗുരുതരമായ അഴിമതി നടത്തിയിട്ടുള്ളത്. ഏകദേശം മൊത്തം എത്ര രൂപയായിട്ടുണ്ടാവും ബിൽഡിംഗ് ഫ്ലാറ്റുകൾക്കെല്ലാം കൂടി? ഫ്ലാറ്റിന്റെ മൊത്തം ഓരോരുത്തരും വാങ്ങിയിട്ടുള്ള വിലയെല്ലാം കൂടെ ഏകദേശം 180 കോടിയുടെ ആണ് ഈ 264 ഫ്ലാറ്റും കൂടെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നാണ് എനിക്കുള്ള അറിവ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇത് എത്ര കോടികൾ അഴിമതി നടന്നിട്ടുണ്ടോ ഏകദേശം അങ്ങയുടെ അഭിപ്രായത്തിൽ? അല്ല, താങ്കൾ ഇവിടെ ഏകദേശം ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഹൈക്കോടതിയിൽ ഇപ്പൊ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത വൈസ് പ്രസിഡന്റ് ആണല്ലോ ഈ അസോസിയേഷന്റെ. ഇവിടുത്തെ അസോസിയേഷന്റെ പേരെന്താണ്? ചന്ദർകുഞ്ച് ആർമി ടവേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ കേസ് കൊടുത്താൽ ഡീറ്റെയിൽ താങ്കൾക്കും അറിയാലോ. അപ്പോ ഏകദേശം എത്ര കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടോ അവിടെ? അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് യാതൊരു ഒരു റിസോഴ്സസും എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും അഴിമതി നടന്നെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിൽ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് കേണൽ MD മുരളീധരൻ നായർ എന്നാണ്. മലയാളി. പുള്ളി കൊച്ചിയിൽ തന്നെ സെറ്റിൽഡ് ആണ്. പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഹാൻഡിങ് ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ സ്ഥാനത്തു നിന്ന് വിരമിച്ചത്. പുള്ളിയുടെ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, അതായത് മേൽനോട്ടത്തിൽ തീർച്ചയായിട്ടും വീഴ്ച വന്നിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ പുള്ളി ഇത്ര കോടി എടുത്തു, ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് അറിവില്ലാതെ ഞാൻ എന്നാലും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആർമിക്ക് തന്നെ മൊത്തം ആർമിക്ക് തന്നെ ദോഷമാണ്, ഇന്ത്യ ഗവൺമെന്റ് തന്നെ മോശമാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഈ രാജ്യത്തെ സേവനം നടത്തിയിട്ടുള്ള ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച ആളുകളോടാണ്, ആർമിയിലെ മുമ്പ് വർക്ക് ചെയ്ത ആളുകളോടാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്. കാരണം അവരുടെ ജീവനടക്കാണ് അപകടത്തിൽ പെട്ടുപോകേണ്ടത്. താങ്കളെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരാളാണ്. കാരണം ഇന്ന് ജീവനോടെ കാണുന്നത് ഭാഗ്യം കൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടി വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഇവിടെ ഉള്ളത് പല റിട്ടയർഡ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. ഒരു ബ്രിഗേഡിയർ ലേഡി മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നുള്ള ഉണ്ട്. പലരും വിഡോസ് ഉണ്ട്. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും ഒരു ഭീതിയും, പലർക്കും ഇങ്ങനെ ഉള്ള പൈസ കൊടുത്ത് ബിൽഡിംഗ് ദുസ്വപ്നങ്ങളെ വരുന്നു. അവർക്ക് ഇനി വേറെ ഒരിടത്തും പോകാനില്ല, വീടൊന്നുമില്ല, പിള്ളേരുടെ കല്യാണം ബാക്കിയുണ്ട്, ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഒരു എമോഷണൽ ഡ്രാമ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാല്. അങ്ങനെ ഉള്ളവർ ചിലർ ഒക്കെ ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് യാതൊരു പിടിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോലും ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇനിയും പോയി ഫുട്പാത്തിൽ പോയി ജീവിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ കുടുംബസ്വത്തായിട്ടൊന്നുമില്ല, എൻ്റെ സമ്പാദ്യം ആകെ ഉണ്ടായിരുന്ന ഇതാണ്. ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഏറ്റവും സങ്കടം വരുന്നൊരു കാര്യം. കാരണം ഇതിൽ താമസിക്കുന്ന 264 കുടുംബങ്ങൾ, അതിൽ വൃദ്ധരായ സ്ത്രീകളുണ്ട്, 85 വയസ്സുള്ള സ്ത്രീകളൊക്കെ, വിധവകളുണ്ട്. അവർക്ക് ഭയങ്കര ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ബിൽഡിങ്ങിന് താങ്കളുടെ ഫ്ലാറ്റിലെ എല്ലാ ഭാഗം കൂടി ഒന്ന് കാണിച്ച് വിവരിച്ച ഭാഗ്യത്തിന്, അതായത് ബ്രിഗേഡിയർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഇതായിരുന്നു ഇവിടെ നിന്നായിരുന്നത് താഴോട്ട് വേണം. ഞാൻ ഇവിടെ ആയിരുന്നു യോഗ, ഇവിടെ മാറ്റ് ഇട്ടിട്ട് യോഗ ചെയ്യുന്നത്. ഈ മുകളിൽ നിന്ന് പൊട്ടി വീണിട്ട് ഇത് പൊട്ടി താഴേക്ക് പതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ പിന്നീട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ മാറ്റിയിട്ടതാണ്. വൃത്തികേടായിട്ട് തോന്നി. അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഇത് വന്ന് എല്ലാവരോടും പിന്നെ അതിന്റെ കഥ പറയേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ടു. ദൈവം തമ്പുരാൻ വന്ന് രക്ഷപ്പെടുത്തി. കാരണം അത് കഴിഞ്ഞിട്ട് ഇതൊരു 6 മാസം മുമ്പേ സംഭവിച്ചാണ്. മുകളിൽ നിന്ന് വേറൊരു
ഒരു കോൺക്രീറ്റ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 28 29 നിലയും കാണാം. 90 അടി അല്ലെ, 90 മീറ്റർ ഉയരത്തിൽ, 90 മീറ്റർ ഉയരത്തിൽ കാണാം. ഇത് അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ സേവിക്കാൻ പോയിട്ട് ബ്രിഗേഡിയർ വരെ ആയി ഏറ്റവും ഉന്നത തലത്തിൽ പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തി, ബഹുമാന്യനായ വ്യക്തി തൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി കരുതിയ സ്ഥലമാണിത്. ആ സ്ഥലമാണ് ആർമിയിലെ ഒരു വിങ് ഭീകരമായി പറ്റിച്ചുള്ളത്. ആ വിള്ളലാണ് ഈ ഫ്ലാറ്റിൻ്റെ വിള്ളലാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പോലെ അപകടമാണ്. കാരണം അദ്ദേഹം യോഗ ചെയ്തും കൊണ്ട് മാറിയപ്പോഴാണ് ഇതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1 കൊല്ലം മുമ്പേ വീണതാണ് ഇത്. ഏത് സമയത്തും ഇവിടെ നിൽക്കുമ്പോൾ, ഇപ്പം നിൽക്കുമ്പം പോലും മുകളിൽ താഴേക്ക് വീഴാം. ജീവൻ അപകടപ്പെടുത്തിക്കേണ്ടത്. അവിടെയൊക്കെ ഭയങ്കര വിള്ളലാണ്. ഇതാ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഒരു 1-ാം നിലയിൽ ഈ ബിൽഡിംഗ് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ 1-ാം നിലയിലുള്ള വിള്ളലാണ് കാണുന്നത്. പൊട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വിള്ളൽ ഓരോ ഭാഗങ്ങൾ വീഴാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നത്.